ആളുകളാണ്, ഭാരവാഹികളാണ്. റഫീജോസ് അസോസിയേഷന്റെ പ്രസിഡന്റ് അജിത് പി കുമാറാണ് ഇദ്ദേഹം. അതിന്റെ സെക്രട്ടറിയാണ് PM ഷെറീഫ്, എല്ലാം പരിചയമുള്ള ആളായിരിക്കും. K വിജയരാഘവൻ ട്രഷററാണ്, അദ്ദേഹം ഇവിടേക്ക് എല്ലാവരുമായിട്ട് പരിചയമുള്ള ആളാണ്. സുവർത്ത് കുമാർ അതിലൊരു ഭാരവാഹിയാണ്. സുവർത്ത് കുമാർ വൈസ് പ്രസിഡന്റാണ്. ഓക്കെ, നമ്മുടെ ആന്റി നാർക്കോട്ടിക് ക്യാമ്പയിനൊക്കെ കേരളത്തിലുടനീളം നടത്തുന്ന ഒരാളാണ്. എന്റെ പേര് ഫ്രാങ്കോ ലൂയിസ്. റഫീജോസ് മ്യൂസിക് നൈറ്റ് അടുത്ത ശനിയാഴ്ച തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കുകയാണ്. വൈകുന്നേരം 5 മണിക്കാണ് പ്രോഗ്രാം. മുഹമ്മദ് റഫി പാടിയ ഹിറ്റ് ഗാനങ്ങളുടെ ആലാപകരായ സുദീപ് സംഗമേശ്വരനും ഗംഗയുമാണ് ഈ മ്യൂസിക് നൈറ്റ് നയിക്കുന്നത്. പ്രശസ്ത സംഗീത സംവിധായകനായ പോളി ഇതിന്റെ ഓർക്കസ്ട്രേഷന് നേതൃത്വം നൽകും. ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ തൃശൂർ റഫീജോസ് അസോസിയേഷൻ മികച്ച കലാരംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ജയരാജ് വാര്യർക്ക് റഫീജോസ് എക്സലൻസ് അവാർഡ് സമ്മാനിക്കുന്നുണ്ട്. അതേസമയം തന്നെ സംഗീത സംവിധായകൻ, ഒരു 6 പതിറ്റാണ്ടായിട്ട് സംഗീത സംവിധാന രംഗത്തുള്ള സണ്ണിരാജ് മാസ്റ്റർ, അതുപോലെ തന്നെ സംഗീത നാടക അക്കാദമി ഇപ്പോൾ അവാർഡ് പ്രഖ്യാപിച്ച ഷോമി ഡേവീസ് എന്നിവരെ നമ്മൾ ആദരിക്കുന്നുണ്ട്. ഈ സംഗീത പ്രോഗ്രാമിൽ ലോകത്തെ തന്നെ ഏറ്റവും പ്രശസ്തരായ വാദകരാണ്, മ്യൂസീഷ്യൻസ് ആണ് വേദിയിൽ അണിനിരക്കുന്നത്. യേശുദാസിനൊപ്പം, ഹരിഹരനൊപ്പം, സ്റ്റീഫൻ ദേവസിക്കൊപ്പം, AR റഹ്മാനൊപ്പം വാദകരാകുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ തിരക്കിട്ട പരിപാടികളുള്ള വാദകരാണ് ഇവിടെ ഈ പ്രോഗ്രാമിൽ വേദിയിൽ വരുന്നത്. അതങ്ങനെ വരാൻ കാരണം ഒരു ട്രൂപ്പിന്റെ ആളുകളല്ല. അങ്ങനെ വരാൻ കാരണം അവരൊക്കെ ചെറു പ്രായത്തിൽ PK ജോസിന് വേണ്ടി വാദകരായിരുന്ന ആളുകളാണ്. അപ്പൊ PK ജോസ് എന്ന മ്യൂസീഷ്യൻ മുഹമ്മദ് റഫിയുടെ അതേ ശ്രദ്ധ ഗാംഭീര്യത്തോടെ, അതേ പിച്ചോടെ, അതേ ബാസോടെ, അതേ മികവോടെ പാടുന്ന ഒരു പാട്ടുകാരനായിരുന്നു PK ജോസ് എന്ന് പറയുന്ന അദ്ദേഹം. ഈ കഴിഞ്ഞ 2023 അദ്ദേഹം അന്തരിച്ചത്. അതിനുശേഷം തൃശ്ശൂരിലെ മ്യൂസീഷ്യൻസ്, സംഗീത പ്രേമികൾ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവരെല്ലാം ചേർന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കാനായിട്ട്, ഓർമ്മ നിലനിർത്താനായിട്ട് 2024 ഡിസംബറിൽ വലിയൊരു പ്രോഗ്രാം നമ്മൾ നടത്തുകയുണ്ടായി. ഒരു പുസ്തകം അദ്ദേഹത്തെ കുറിച്ച് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. സംഗീതത്തിലടക്കമുള്ള ആളുകൾ 93 പേര് എഴുതിയ അനുസ്മരണങ്ങൾ അടങ്ങുന്ന ഒരു പുസ്തകമായിരുന്നു അത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ റഫീജോസ് അസോസിയേഷൻ എന്ന രജിസ്റ്റേർഡ് പ്രസ്ഥാനം ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ കുറിപ്പിലുണ്ട്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നമ്മുടെ മേയർ നിർവഹിക്കും. റഫീജോസുമായിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ടായിരുന്ന TG രവി, അതുപോലെ തന്നെ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ എന്നിവരെല്ലാം ഇവിടെ പങ്കെടുക്കും. പ്രശസ്ത ഗാനരചയിതാവായ രാപ്പാൾ സുകുമാര മേനോൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. ഇപ്പൊ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴും, ഞാനും ജോലി ചെയ്തിരുന്ന സമയത്ത് ജോലിയിൽ മുഴുകി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ഇടയ്ക്കോ എപ്പോഴൊക്കെ ഇതുപോലുള്ള സംഗീതം കേൾക്കാനായിട്ട് വരണം, സമയം കണ്ടെത്തണം. ഇതിന് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം നിങ്ങൾ ഈ പരിപാടിക്ക് ജോലിയെല്ലാം നേരത്തെ പൂർത്തിയാക്കി മറ്റുള്ള ആളുകളെയൊക്കെ ഏൽപ്പിച്ച്, സഹപ്രവർത്തകരെയൊക്കെ ഏൽപ്പിച്ച് നിങ്ങൾ ഈ പാട്ട് കേൾക്കണം. മുഹമ്മദ് റഫീലെ ഗംഭീരമായ പാട്ട് ആസ്വദിച്ചില്ലെങ്കിൽ എന്ത് കാര്യം? അത് ലൈവ്, അത് ഇത്രയും ഗംഭീരന്മാരായിട്ടുള്ള, വില കൊടുത്താൽ പോലും കിട്ടാത്ത അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള വാദകരാണ് ഈ പരിപാടിക്ക് വരുന്നത്. അപ്പൊ അതിന് വരണം എന്നുള്ള കാര്യം അഭ്യർത്ഥിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാവർക്കും മെയിൽ ചെയ്തിട്ടുണ്ട്. അത് അവാർഡ് തുകയാണ്. അവാർഡ് തുക ഞങ്ങൾ തൽക്കാലം അനൗൺസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരിക്കുക. വലിയൊരു തുകയല്ല, അതുകൊണ്ടാണ്. ഡിസംബർ 8, 2024 നമ്മുടെ ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ഇത് റഫീജോസ് അസോസിയേഷൻ രജിസ്റ്റേർഡ് ഫാമാണ്. ഞങ്ങൾ എല്ലാ കൊല്ലവും ഈ പരിപാടി ഇനിയും തുടരുന്നു.
2 ഓർമ്മകളാണ് ശരിക്കും പറഞ്ഞാൽ. ഒന്ന് മുഹമ്മദ് റാഫിന്റെ 101st ബർത്ത് ആനിവേഴ്സറിയാണ്. 2 ഈ പി കെ ജോസിന്റെ 2ാം ചരമവാർഷികം. ഇത് രണ്ടും ഓർമ്മ പുതുക്കലിന് വേണ്ടിയിട്ടാണ് ഇത് പരിപാടി നടത്തുന്നത്. സോ ഇത് കണ്ടിന്യൂ ചെയ്യും. എല്ലാ കൊല്ലവും ഞങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഇത് വെബ്സൈറ്റ് ഉണ്ട് ഞങ്ങൾക്ക് www.rafijossassociation.com നോക്കിയാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഞങ്ങളുടെ ലൈവ് പ്രോഗ്രാമും കാണാൻ പറ്റും. അതുമാതിരിയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. സോ ഈ റഫി ഗാനങ്ങൾ അദ്ദേഹം മാത്രം കാര്യമായിട്ട് ഇങ്ങനെ പി കെ ജോസ് വേറെ ആരും അങ്ങനെ തൃശ്ശൂർ റാഫി തന്നെയാണ് അറിയുന്നത്. പുള്ളിയെ വേറെ ആരും അങ്ങനെ ഇല്ല ഇല്ല. വളരെ കിഷോറിന്റെ ഈ പീറ്റർ അല്ലേ ജനങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, അതേപോലെ ആ കാലഘട്ടത്തിലെ ഈ റഫീന്റെ പാട്ടുകൾ പാടിയത് ജോസ്. പി കെ ജോസിനെ കൂടാതെ ഉണ്ടായിരുന്ന ഒരു ഗായകൻ ബാദുഷാ അടുത്തുള്ളൂ. അവർ രണ്ടുപേരും മിച്ച പാടി വോയിസ് ഓഫ് ടീച്ചറിലെ ഗായകരായിരുന്നു രണ്ടുപേരും. അല്ല, ബാദുഷാ അല്ല, അക്ബർ ഷാ. ഗായകനാണ് പുള്ളിയെ അറിയുന്നത്. അക്ബർ ഷാ ട്ടാ. അക്ബർ ഷാ. ഈ അസോസിയേഷൻ നമ്മുടെ തൃശ്ശൂരുള്ളവർ കൂടിയിട്ട് രൂപീകരിച്ച അസോസിയേഷൻ. അതെ അതെ, എല്ലാം തൃശ്ശൂർക്കാണ്. അതില് ഈ പറഞ്ഞ പോളി എല്ലാവർക്കും അറിയായിരിക്കും, മികച്ച കീബോർഡ് ആർട്ടിസ്റ്റാണ്. പുള്ളി ഉണ്ട്, നമ്മുടെ മാധ്യമത്തിന്റെ ശ്രീകുമാർ ഉണ്ട്, പല മോസ്റ്റ് എമിനന്റ് പേഴ്സൺസ് ആണ് ഞങ്ങള് ഇടയ്ക്ക് ഒരു 2-3 മാസം കൂടുമ്പോൾ ഇന്ന് ഇത് അവലോകനം ചെയ്യാറുണ്ട് അടുത്ത പരിപാടിയെ കുറിച്ച്. അതുപോലെ ഇപ്പൊ കുറച്ചുകൂടെ പെർമനന്റ് ആക്കിയിട്ടുണ്ട്. ഈ വെബ്സൈറ്റ് ഉള്ളതുകൊണ്ട് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഗ്ലോബലായിട്ട് മീൻ ദുബായിൽ നിന്നൊക്കെ ആൾക്കാർ അന്വേഷിച്ച് വരുന്നുണ്ട്. എത്ര മണിക്കൂറാണ് ഇത് വി സ്റ്റാർട്ട് അറ്റ് 5 up to 10 o'clock. എനി ടൈം യു ക്യാൻ കം ഇൻ. ഈ ഉദ്ഘാടനമൊക്കെ ആദ്യമാണല്ലോ, നമ്മുടെ മേയർ വന്ന് ഉദ്ഘാടനം ചെയ്യും. 5 മണിക്കാണ് അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ സംഗീത നൈറ്റ് തന്നെയായിരിക്കും. കൂടുതൽ മീറ്റിംഗ് ഒന്നും ഉണ്ടായില്ല. നല്ല കവറേജും വേണം പ്ലീസ്. ഓക്കെ.